നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സർവീസിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഞാൻ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ എങ്ങനെയാണ് ഫോണിലേക്ക് മൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഫോണിലുള്ള ഫയലുകൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ മൂവ് ചെയ്യുക, കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് നമ്മുടെ ഫോൺ കൊണ്ട് ആക്സസ് ചെയ്യുക അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ 2-3 ആപ്ലിക്കേഷനെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ധാരാളം ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള 1-2 ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് നമുക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടും നമ്മളെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഏത് രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് കമ്പ്യൂട്ടറിലെ ഫയൽ ഡിലീറ്റ് ചെയ്യുക, പിന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തെങ്കിലും സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന് ധാരാളം ആപ്ലിക്കേഷൻ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളത് തന്നെ നമുക്ക് ടീം വ്യൂവർ, അതുപോലെ തന്നെ AnyDesk ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിനകത്ത് നമ്മൾ ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. അതിൽ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് റിമോട്ട് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വരും. അത് നമ്മൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമുക്കൊരു വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൗസർക്ക് ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആഡ് ക്രോം എന്നുള്ളൊരു ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു പോപ്പപ്പ് വരും, ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബ്രൗസറിലേക്ക് എക്സ്റ്റൻഷൻ ആഡായി എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. അതിന് തൊട്ട് താഴെ സെറ്റപ്പ് അപ്പ് റിമോട്ട് ആക്സസ് എന്നുള്ളതിൽ വീണ്ടും നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. അത് ഡൗൺലോഡ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ഡിവൈസ് അതിൽ ഡിക്റ്റേറ്റ് ആയതായിട്ട് കാണിക്കുക. നമ്മളെ ഡിവൈസിൻ്റെ നെയിം വേണമെങ്കിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദെൻ നെക്സ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു 6 ഡിജിറ്റ് പിന്നടിക്കാൻ വേണ്ടിയിട്ട് പറയാം. അത് നമുക്ക് ഏത് പിന്നാണോ ചൂസ് ചെയ്യുക, ഒരു 6 ഡിജിറ്റ് ആവണമെന്ന് മാത്രം. ഞാൻ ജസ്റ്റ് 1 2 3 4 5 6 എന്ന് കൊടുക്കുക. റീ എൻ്റർ ന്യൂ പിന്ന് അതേ നമ്പർ തന്നെ കണ്ടിന്യൂ കൊടുക്കുക. 1 2 3 4 5 6 ദെൻ സ്റ്റാർട്ട്. ഇത് സ്റ്റാർട്ട് കൊടുക്കുന്നത് കൂടിയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട കോൺഫിഗറേഷൻ ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഫോണിലാണ്. അപ്പോൾ നമ്മളുടെ ഡിവൈസിൻ്റെ നെയിം ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മളിനി വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇത് നമുക്ക് 1 ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്യുന്നത് വരെ ഇവിടെ സെറ്റായിരിക്കും. നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ നമുക്ക് ഇതുപോലെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടർ ഏതെങ്കിലും സമയത്ത് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ലോഗിൻ പാസ്വേഡ് മാറ്റാം. അങ്ങനെ പല രീതിയിലും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു 95% നമുക്ക് നമ്മുടെ ഫോൺ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത് ചെയ്യാനുള്ളത്, ഇനി കമ്പ്യൂട്ടറിൽ സെറ്റിങ്സിലൊന്നും മാറ്റം വരുത്താം. ഇപ്പോൾ ഇനി നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള Gmail ID സെയിം Gmail IDയിൽ തന്നെ നമ്മളെ ഫോണിലും ലോഗിൻ ചെയ്യണം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആയിരിക്കും വേണം, എങ്കിലേ ഉള്ളൂ ഇത് വർക്കൗട്ട് ആകുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട കോൺഫിഗർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കമ്പ്യൂട്ടറിൽ നമ്മളൊന്നും ചെയ്യാനില്ല. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫോൺ എടുക്കുക. ഫോണിനകത്ത് ഇത് നമുക്ക് ക്രോം ബ്രൗസറിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായം വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാവാനാണ് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്രോം ബ്രൗസർ തന്നെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിനകത്ത് അതിനകത്ത് ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു വരും. ഇതാണ് ആപ്ലിക്കേഷൻ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ കമ്പ്യൂട്ടറും നമ്മളുടെ ഫോണും ഒരേ മെയിൽ IDയിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ആക്കുന്നതോട് കൂടി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നെയിം ഇവിടെ നമ്മളെ ഫോണിൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്നതോട് കൂടി നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു 6 ഡിജിറ്റ് പിന്ന് കൊടുത്തിരുന്നു. ആ പിന്ന് നമ്മളിതിൽ ടൈപ്പ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മളെ സ്ക്രീന് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്. നമുക്കിതിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ആക്സസ് ചെയ്യാം. നമുക്കിത് ലോകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഫോണും നമ്മുടെ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതിൽ വേറെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കില്ല. ഇതിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മളെ ഫയലുകൾ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഒരു വീഡിയോസോ ഫോട്ടോസോ നമുക്ക് പ്ലേ ചെയ്യാം. ആ പ്ലേ ചെയ്യുന്നത് നമ്മളെ കമ്പ്യൂട്ടറിലും നമുക്ക് അവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കും, പിന്നെ നമ്മളുടെ ഫോണിലും അതുപോലെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിലൊരു സോങ് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ ഫോണിലും ഓഡിയോ വീഡിയോ വർക്കാവും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയില്ല. ഇതിനുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് നമ്മുടെ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ അതുപോലെ തന്നെ വീഡിയോസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക, നമ്മുടെ ഫോൺ കൊണ്ട് ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുക. ഫയലുകൾ പരസ്പരം ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലും ഫോണിലെ ഫയലും പരസ്പരം എങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് കൂടുതൽ ലെങ്ത് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ നിങ്ങളിത് നോക്കുക. ഇതിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഫോണിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ളൂ. നമുക്ക് ബ്രൗസറിൽ എടുത്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ആക്സസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോറേജ് ഓപ്പൺ ആക്കുക. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് MIയുടെ ഫോണാണ്. ഏത് ആൻഡ്രോയിഡ് എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. സ്റ്റോറേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഒരു 3 ലൈൻ ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ടു കമ്പ്യൂട്ടർ എന്ന് കാണും. ഇത് ചില ഫോണിൻ്റെ അടുത്ത് FTP ഫയൽ ട്രാൻസ്ഫർ എന്ന് കാണിക്കും. ഇത് നമുക്ക് MIയുടെ ഫോണോ ഇനി സാംസങ് ഫോൺ ഇങ്ങനെയുള്ള ഫോണുകളിലൊക്കെ മിക്കതിലും കണക്ട് ടു കമ്പ്യൂട്ടർ തന്നെ കാണിക്കാറ്. ഇനി അതല്ല FTP ട്രാൻസ്ഫർ എന്ന് കാണിക്കുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും അടിയിൽ സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടൺ കാണിക്കും. ഈ സ്റ്റാർട്ട് എന്ന് ബട്ടൺ കാണിക്കുമ്പോൾ നമുക്കൊരു 2 ഓപ്ഷൻ വരും. ഇന്റേണൽ ഷെയർഡ് സ്റ്റോറേജ് ഫോർ ഡുവൽ ആപ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷനാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇന്റേണൽ ഷെയർഡ് സ്റ്റോറേജ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മളുടെ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഫോണിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു FTP അഡ്രസ്സ് കാണിക്കും. ആ അഡ്രസ്സ് നമ്മൾ വാട്സപ്പ് വെബ് ഉണ്ടെങ്കിൽ നമ്മളത് കോപ്പി ചെയ്തിട്ട് നമുക്കത് കമ്പ്യൂട്ടറിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അതേപോലെ കറക്റ്റായിട്ട് സ്പേസോ ഡോട്ടോ കൂടാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫോണിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഫോൺ ഇവിടെ സ്റ്റോപ്പ് ആകുന്നത് വരെ നമുക്കത് നമ്മുടെ ഫയലിൽ കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഓഫ് ആവും ചെയ്യും. അപ്പോൾ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക. ദിസ് PC ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് സാധാരണ നമ്മളെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരിക. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ഈ ദിസ് PC എന്നുള്ളത് നമ്മൾ ക്ലിയർ അടിക്കുക, ബാക്ക് സ്പേസ് അടിച്ച് ക്ലിയർ അടിക്കുക. ഈ ഒരു കോളത്തിലാണ് നമ്മൾ ഈ ഒരു FTP/192 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോണിലുള്ളത് ഇതേ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തതുണ്ട്, അത് കാരണം ഞാനത് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് നമ്മളുടെ കംപ്ലീറ്റ് ഫയലും കാര്യങ്ങളും നമ്മുടെ ഫോണിലുള്ള ഫയല് നമ്മളെ കംപ്ലീറ്റ് സ്റ്റോറേജ് കാര്യങ്ങളും നമ്മളുടെ ഷോ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഫോണിലെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ കമ്പ്യൂട്ടറിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുക. എങ്ങനെയാണ് ഇത് ഏത് ഫയലാണെങ്കിലും എത്ര സൈസ് കൂടിയ ഫയലാണെങ്കിലും കുറഞ്ഞ ഫയലാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് USB കേബിൾ കൊടുത്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ സ്പീഡിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് വയർലെസ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിന് നമുക്ക് വേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈഫൈ, അതായത് ഫോണിലുള്ള വൈഫൈയും കമ്പ്യൂട്ടറിലുള്ള വൈഫൈയും ഒരേ വൈഫൈ ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ കാരണമുള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണിലുള്ള ഒരു ഫോട്ടോസ് ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിതാ ക്യാമറ സെക്ഷനിൽ പോയിട്ട് ഞാനിത് അവിടെ ഒരു ഫോട്ടോസ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ ഡെസ്ക്ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കൂടെ ഡ്രാഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു വീഡിയോസ് ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്തു, ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്തു.
അതിൽ നമുക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ഫയൽ സൈസ് ആയിട്ടുള്ള ഒരു ഫയലാട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കണം. നമുക്കിതിൽ എത്ര MB സൈസ് കൂടിയ ഫയലാണെങ്കിലും ഇതുപോലെ നമുക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് നമ്മളെ ഫോണിലേക്ക് നേരെ ഡ്രാഗ് ചെയ്യുക, വിടുക. അപ്പോൾ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യുന്നതായിട്ട് കാണിക്കും. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ഫയൽ സൈസ് കൂടിയതാണ്. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഇത് ഇവിടെ സ്റ്റോപ്പ് ആയിരിക്കും. ഇത് സ്റ്റോപ്പ് ആകുന്ന വരെ നമുക്ക് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പരസ്പരം ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, എന്ത് ഡാറ്റാസും നമുക്ക് ഇതുപോലെ നമുക്ക് പരസ്പരം മൂവ് ചെയ്യുക. കമ്പ്യൂട്ടറിലുള്ളത് നമുക്ക് മൂവ് ചെയ്യാം. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് സെക്യൂറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുള്ള ക്രോം റിമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനും നല്ല സെക്യൂറാണ്. ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെത്തേഡാണ്. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ആളുകൾ ചിലവർ, ഞാനിതിൻ്റെ മുന്നത്തെ പറഞ്ഞ ക്രോം റിമോട്ട് പറഞ്ഞത് നമ്മൾ അനിഡെസ്ക്, അതുപോലെ തന്നെ പിന്നെ എനികാസ്റ്റ്, ടീം വ്യൂവർ, അങ്ങനെ കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലറായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. അത് ബെസ്റ്റ് അല്ലാന്നല്ല ഉദ്ദേശിച്ചത്. അതിനേക്കാളും ബെസ്റ്റാണ് ഞാൻ ആ ക്രോം റിമോട്ട് എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് വേറൊരാളുടെ കമ്പ്യൂട്ടർ നമുക്ക് അതുപോലെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുടെ മെയിൽ ID തന്നെ നമ്മളുടെ ഫോണിലും വേണം. പക്ഷേ ടീം വ്യൂവറിനും എനിഡെസ്കിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളെ മെയിൽ ID, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ വീട്ടിലുള്ളതും നമ്മൾ ഓഫീസിലുള്ളതും നമ്മളെ മെയിൽ IDയിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുക. അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും 2 മെത്തേഡും കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കുക. 2 ആപ്ലിക്കേഷൻ, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള 2 ആപ്ലിക്കേഷനാണ്. അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ 2ഉം ഉൾപ്പെടുത്താം. അതിൽ നമുക്ക് കമ്പ്യൂട്ടർ A to Z നമുക്ക് ഒരു PC റിമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് നല്ല മെത്തേഡാണ്. കാരണം നമുക്ക് എവിടെ ഇരുന്നിട്ട് നമ്മളെ കമ്പ്യൂട്ടർ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യും. നമ്മളെ ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് കാണിച്ചിരുന്നല്ലോ, അതിനേക്കാളും ഒന്നും കൂടി യൂസ്ഫുൾ ആണ്. എന്തുണ്ട്, നമുക്ക് ഫോണിലും ആപ്ലിക്കേഷൻ വേണം, സിസ്റ്റത്തിലും ആപ്ലിക്കേഷൻ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.